ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ടുണ്ട് കേട്ടോ. സൗണ്ടൊക്കെ എനിക്ക് ഓക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നെറ്റ് എക്സാമിന് ഇടുക്കിയിൽ പോയതായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോകുന്ന എക്സാം കഴിഞ്ഞ് നമ്മൾ തേക്കടിയൊക്കെ പോയി തിരിച്ച് പോകുന്നു. നമ്മൾ കോട്ടയത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കോട്ടയത്ത് PWD റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് നമ്മൾ മേടിച്ച് കൊണ്ടുവന്ന് കഴിക്കുമായിരുന്നു. ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തോ പൊറോട്ട ചപ്പാത്തി അങ്ങനെ എന്തോ ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, പൊറോട്ടയും ചപ്പാത്തി തന്നെയായിരുന്നു. ഞാനൊരു പീസ് ചിക്കനും കുറച്ച് പൊറോട്ടയാണ് കഴിച്ചത്. പിന്നെ പിറ്റേന്ന് മോർണിംഗ് ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈഡ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കാണ് വരുന്നത്. നമുക്ക് എറണാകുളത്ത് YLF-നും കൂടി പോകാനുണ്ടായിരുന്നു. നമ്മൾ KSRTC-യിലാട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് യാത്രകൾ ഭയങ്കര രസമുള്ള യാത്രയായിരുന്നു. ബിക്കോസ് യൂഷ്വലി അതായത് മലബാറിലോട്ട് കാണുന്ന പോലത്തെ കാഴ്ചകളല്ല. പള്ളി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതുപോലെ കപ്പേള, അതൊക്കെ നമുക്ക് നോർമലി മലബാറിലേക്ക് കാണാത്ത കുറേ കാഴ്ചകളാണ്. ഞാനിപ്പോഴൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. ഈ യാത്രയിലും തിരിച്ച് വന്ന് പിറ്റേന്നൊക്കെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ടപ്പേ എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ പള്ളികൾ നമ്മുടെ ഇവിടെ ഒന്നും ഇങ്ങനെ സെൻറ്റ് ജോസഫ് പള്ളി അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ അമ്പലങ്ങളും സാധാ മുസ്ലിം പള്ളികളുമാണ് നമ്മളെ ഇങ്ങോട്ട് കാണാം. അതിൻ്റെ ഒരു എന്താ പറയുക, പ്രാദേശികപരമായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ താമസിക്കുന്ന ആളുകൾക്കും ഒക്കെ ആയിട്ടാവുമല്ലോ പള്ളികളും അമ്പലങ്ങളും. ഇതാണ് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വൈക്കം അമ്പലമാണ്. ഞാൻ വൈക്കത്ത് ആദ്യമായിട്ടാണ് പോകുന്നതും അതുപോലെ തന്നെ വൈക്കം കാണുന്നതും അമ്പലം കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അറിയുന്നുണ്ടാവുമല്ലോ, നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ പഠിച്ചതാണ് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അമ്പലമാണത്. എന്തായാലും അത് കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഇത് വൈക്കം KSRTC ബസ് സ്റ്റാൻഡിലൊരു ബിൽഡിംഗ് ആട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് തോന്നിയ കാരണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് നമ്മുടെ എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളിലും കോമൺ റെസ്റ്റ് റൂമായിരിക്കും സ്ത്രീകൾക്ക് ഉണ്ടാവുക. പക്ഷേ വൈക്കത്ത് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രത്യേക വെയിറ്റിംഗ് ഷെഡ് കണ്ടതിൽ വളരെയധികം സന്തോഷം. അത് ഒരു നല്ല കാര്യമായിട്ട് എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളിലും വന്നു കഴിഞ്ഞാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇതേ വൈറ്റിലെത്താറായിട്ട്. നമ്മൾ കോട്ടയത്ത് നിന്ന് വൈറ്റില ബസ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വൈറ്റില വന്ന് ഇറങ്ങി. നമ്മൾ എറണാകുളത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് വളഞ്ഞ് മൂക്കൊടിച്ചിട്ടാണ് എത്തിയത്. പക്ഷേ എന്നാലും നമ്മൾ എറണാകുളത്ത് വൈറ്റിലെത്തി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു കടയിലാണ് കയറിയത്. എനിക്ക് തോന്നുന്നു അളകനന്ദയോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ഭക്ഷണം വളരെ ഫ്ലോപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ മലപ്പുറം ജില്ല മലബാർ സൈഡിലെ ബിരിയാണി കഴിച്ച് ശീലമായത് കൊണ്ടായിരിക്കും കുറച്ച് ചിക്കൻ കറിയുടെ മേലെ നമ്മുടെ ഗ്രാമ്പൂ പട്ടയൊക്കെ വേവിച്ച ചോറ് കഴിക്കുന്നൊരു ഫീലായിരുന്നു. പക്ഷെ നമുക്ക് വിശക്കുമ്പോൾ കഴിക്കാം, അത്രേ ഉള്ളൂ. അതല്ല, നമ്മൾ ഭക്ഷണത്തിന് കുറ്റം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ ഫ്ലോപ്പ് എന്ന് പറയുന്നത് വേറൊരു മീനിങ്ങിലല്ല കേട്ടോ. നമ്മൾ 2 ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിശാഖിനി ബിരിയാണി ഞങ്ങൾ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അത് പാക്ക് ചെയ്തിട്ട് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ബിരിയാണി കൊണ്ട് 2 പേര്, നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് കഴിച്ചതാണ്. നമ്മുടെ ബിരിയാണിയാണ് പാക്ക് ചെയ്യണത്, ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ പോരുന്ന വഴിക്ക് ഒരു അച്ഛനെയും അമ്മേനെയും കണ്ടപ്പോൾ നമ്മളത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് വിശപ്പടക്കാൻ പാകത്തിനുള്ള ഭക്ഷണമായിരുന്നു. കാരണം ഞാൻ ഇത്രയും ദിവസം ഹോസ്പിറ്റലായ കാരണം ഈ പൊടിയരിക്കഞ്ഞി മാത്രം കുടിച്ച് ഭക്ഷണത്തിൻ്റെ വില എനിക്ക് നല്ലപോലെ കുറച്ച് ദിവസമായിട്ട് അറിയാം എന്ന് പറഞ്ഞതുപോലെ. പിന്നെ പൊടിയരിക്കഞ്ഞിയും ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് കഞ്ഞി പോലും കുടിക്കാൻ പറ്റണില്ല. ഇപ്പോൾ കറൻറ്റിൽ ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും ഓറഞ്ച് കഴിച്ചിട്ടാണ്. എനിക്ക് അല്ലാതെ വേറെ ഒന്നും പറ്റുന്നില്ല. ഒരു സ്റ്റാൻഡ് എത്തിയപ്പോൾ ഈവൻ പ്രഗ്നൻ്റ് ആണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. ഡോക്ടറും അങ്ങനെ ഒരു ഡൗട്ട് പ്രകടിപ്പിച്ചു, ഇനി പ്രഗ്നൻ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. കാരണം അത്ര പോലും എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഒരു സ്മെല്ല് പറ്റുന്നില്ല, വിശാഖ അടുത്ത് വരാൻ പറ്റുന്നില്ല. എനിക്കിങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നേഴ്സുമാർ നമ്മൾ ഇഞ്ചക്ഷൻ അടിക്കാനൊക്കെ വരുമ്പോൾ സിസ്റ്ററോട്, അയ്യോ സിസ്റ്റർ വരലേട്ടോ, സിസ്റ്റർ പെർഫ്യൂം എനിക്ക് പറ്റണില്ല, സിസ്റ്റർ വരലേട്ടോ, സിസ്റ്റർ ഡ്രസ്സിൻ്റെ സ്മെല്ല് എനിക്ക് അങ്ങനത്തെ കണ്ടീഷനായിരുന്നു. അപ്പോൾ ഞാനതിൽ കഥ പറഞ്ഞ് നിൽക്കുന്നില്ല. ആശുപത്രിയുടെ കാര്യങ്ങളും വയ്യായികയുടെ കാര്യങ്ങളും പിന്നീട് ഒരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ നമ്മൾ വൈറ്റിൽ നിന്ന് നമ്മൾ ഫോട്ടോ വെച്ച് കേട്ടോ. YLF യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നത് അതേ അവിടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് വന്നത്. ജങ്കാറ് കയറി വരാമെന്നുള്ള പ്ലാനായിരുന്നു, പക്ഷെ നടന്നില്ല. നമ്മൾ
ബസ്സിൽ തന്നെയാണ് വന്നത്. കണ്ടോ, യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ ഞാൻ എന്താ കഴിച്ചത്, പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൈനാപ്പിൾ കഴിക്കാനുള്ള പൂതിയായിട്ട്. അപ്പോൾ അവിടെ നാടക മത്സരങ്ങൾ, ഓരോ സെമിനാർ സെഷൻസൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളവിടെ എത്തിയപ്പോൾ നമുക്ക് റാന്തിക്കുട്ടീനെ കിട്ടി. അതായത് നമ്മുടെ ഒരു കോമ്രേഡിൻ്റെ, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മോളാണ്, രശ്മി ചേച്ചിയുടെ മോളാണ്. അപ്പോൾ ഇതേ അവളാണെങ്കിൽ ആരെ കണ്ടാലും ചാടും നല്ല പറഞ്ഞാൽ. എനിക്കും പൊതുവേ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, വിശാഖിനും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പിന്നെ പോരുന്നത് വരെ എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അവൾ രശ്മി ചേച്ചി ഇടോ നടക്കുന്ന കുട്ടീനെ ആരടുത്തേക്ക് കൊടുത്തിട്ട് രശ്മി ചേച്ചി ലോകം മുഴുവൻ നടക്കുക എന്ന് പറഞ്ഞതുപോലെ കുട്ടി ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിലുള്ള എന്താ പറയുക തടസ്സങ്ങളൊന്നുമില്ല. പുള്ളിക്കാർ ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. അതെങ്ങനെ നാടകങ്ങളൊക്കെ നമ്മുടെ കറൻറ്റ് പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സിനെ ആസ്പദമാക്കിയിട്ടുള്ള നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് റാന്തിൻ്റെ എൻ്റെ മടിയിലിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നടന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ മാത്രമല്ല, എനിക്ക് കുട്ടികളെ കിട്ടിയ പിന്നെ അത് മതി. പിന്നെ വന്നതും പോയതൊക്കെ ഞാൻ മറന്നു പോവും. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ആടിപ്പാടി ഇരുന്നതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ ബീച്ചിലേക്ക് ഇറങ്ങി. നല്ല രസമുള്ള വ്യൂ ആട്ടോ. നമ്മൾ പോകുന്നത് കോസ്റ്റൽ ഏരിയയാണ്, മലപ്പുറം തീരദേശ മേഖലയാണ് എൻ്റെ സ്ഥലം, താനൂർ എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ തീരദേശവും ബീച്ചും ഇതൊന്നും നമുക്കൊരു പുത്തരിയല്ല. പക്ഷേ ഈ കപ്പൽ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പുതിയതാണ്. കാരണം നമ്മുടെ ഇവിടെ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങൾ, ബോട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇൻഡസ്ട്രിയൽ ബേസിലുള്ള കപ്പലുകൾ, ഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ കൊച്ചിയിൽ മാത്രമല്ലേ കാണുള്ളൂ. അങ്ങനെ ഞാനും വിശാഖും കൂടി ഫോർട്ട് കൊച്ചിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് വയ്യാതെയാവും. പിന്നെ അവിടെ ഇവിടെയൊക്കെ സൈഡിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളടുത്ത് എത്തി. നമ്മൾ നടന്നിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ കാണുക, അവിടെ പരിപാടി നടക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ശ്യാമേട്ടൻ്റെ മോള് യാറ കേട്ടോ. അപ്പോൾ യാറ നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് നല്ല എന്താ പറയുക അച്ചടി ഭാഷ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവൾ സംസാരിക്കാൻ. അവളായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ നമ്മൾ GS പ്രദീപ് സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സാറിനെ എനിക്ക് പേഴ്സണലി അറിയാം, നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഫോട്ടോ ഒന്നും എടുക്കാൻ വിട്ടുപോയി സംസാരത്തിൻ്റെ ഇടയിൽ എന്നുള്ളതാണ് സത്യം. അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്കുന്നത് ഞങ്ങൾ ഫോട്ടോ വെച്ച് തന്നെ ക്രാബ് റോസ്റ്റും ചപ്പാത്തിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക പ്രത്യേക ഒരു ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ നോർമലി ഫിഷ് എല്ലാ നോൺ വെജ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഷാനോട് ചോദിച്ചു ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഷാനോട് പറഞ്ഞു ഈ ഉണ്ടാക്കണ പോലെ തന്നെ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര, ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തതിന് ശേഷം എത്രയോ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതായത് അപ്ലോഡ് ചെയ്യുന്ന ഇന്ന് തന്നെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ അതിങ്ങനെ ഓർമ്മ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. അപ്പോൾ തന്നെ ഒരു ഹാപ്പി, ഈ ഉണ്ടാക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. അത് കഴിഞ്ഞ് നമ്മൾ ജങ്കാറിലാട്ടോ വന്നത്. 6 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എറണാകുളത്ത് മഹാരാജാസിൻ്റെ മെട്രോ സ്റ്റേഷനിൽ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ജങ്കാറിലാണ് വന്ന് ഇറങ്ങിയത്. ഈ 6 രൂപയ്ക്ക് ഇതെങ്ങനെ മുതലാവുന്നു എന്ന് ഞാൻ കുറേ നേരം ആലോചിച്ചു. പക്ഷേ എന്തോ നല്ല സർവീസാണ്. ഇങ്ങനെ വേണ്ടേ, എങ്ങനെയാണല്ലോ നല്ലത്. കാരണം ആളുകൾക്ക് ഏറ്റവും ലെസ് എക്സ്പെൻസിൽ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണല്ലോ ജലമാർഗ്ഗം എന്ന് പറയുന്നത്. അത് യൂട്ടിലൈസ് ചെയ്യുന്നതിൽ കുറേ ആളുകൾ അത് ഉപയോഗിക്കുന്നത് കാണുമ്പോഴും നമുക്ക് സന്തോഷം. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഭയങ്കര റെവല്യൂഷണറി വാട്ടർ മെട്രോ ഒക്കെ, ലോകശ്രദ്ധ നേടിയ വാട്ടർ മെട്രോ ഒക്കെ കൊച്ചിയിലുണ്ട്. പക്ഷെ പോകാൻ പറ്റിയില്ല, നമ്മൾ ചെന്നപ്പോഴത്തേക്കും ലേറ്റായി. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പോകാൻ വേണ്ടിയിട്ടാട്ടോ മെട്രോ കയറിയത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിനൊക്കെ കയറി നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം നമ്മൾ വിചാരിക്കാത്ത കുറേ കാര്യങ്ങളായിരുന്നു. പോയി വന്നതിന് ശേഷം പനി പിടിച്ചു, കിടപ്പിലായി. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ പറയാനും എനിക്ക് വയ്യ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെയും